ഇല്ലേ? 4, 7, 10 പറഞ്ഞിട്ടുണ്ടല്ലോ. 4ാമത്തെ പോയിന്റ് നോക്കൂ. മാഹേന്ദ്ര പൊരുത്തത്തിലെ 4ാമത്തെ പോയിന്റ് നോക്കിയോ? അതിൽ ആദ്യത്തെ വരി എന്താണ്? സ്ത്രീ ജനിച്ച നക്ഷത്രത്തിന്റെ 4, 7, 10 നാളുകളിലും അനുജന്മ നാളുകളിലും. അവിടെ 7 എടുക്കാം ഇല്ലേ? മാഹേന്ദ്ര പൊരുത്തത്തിൽ 7 എടുക്കാം. ദിനപ്പൊരുത്തത്തിൽ 7 എടുക്കരുത്. അപ്പുറത്തെ 7 എടുക്കാം, ഇപ്പുറത്തെ 7 എടുക്കരുത്. കോൺട്രഡിക്ടറി അല്ലേ? ഒന്നിനൊന്ന് എതിര്. അപ്പോ മാഹേന്ദ്ര പൊരുത്തം വേണോ ദിനപ്പൊരുത്തം വേണോ എന്ന് നിങ്ങളോട് ചോദിക്കാൻ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ വേണോ ഇഡ്ഡലി വേണോ എന്ന് ചോദിക്കണമായി. മാഹേന്ദ്ര പൊരുത്തം വേണമെങ്കിൽ 7 എടുക്കാം, ദിനപ്പൊരുത്തം വേണമെങ്കിൽ 7 എടുത്തുകൂടാ. നമുക്കിവിടെ വേണ്ടത് പൊരുത്താണ്, ഏത് പൊരുത്തം എന്നുള്ളതല്ല. അപ്പൊ ഇതിനൊന്നിനൊന്ന് കോൺട്രഡിക്ടറി, എതിരായിട്ട് വരുന്നു. 3, 5, 7 നക്ഷത്ര പുരുഷനെ ഒഴിവാക്കണം. പിന്നെ 88ാം പാദത്തില് 22ാമത്തെ നക്ഷത്രത്തിന്റെ 6 മണിക്കൂറാണ് 88ാം പാദം. 22ാമത്തെ നക്ഷത്രത്തില് അവസാനത്തെ 6 മണിക്കൂർ, അതിനാണ് 88ാം പാദം എന്ന് പറയുന്നത്. 22ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അശ്വതിയിലെ 28ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ജ്യോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണത്തിലെ അവസാനത്തെ 6 മണിക്കൂർ ഒഴിവാക്കണം. അവസാനത്തെ 6 മണിക്കൂർ ഒഴിവാക്കണം. 108ാം പാദം 27ാമത്തെ നക്ഷത്രത്തിലെ അവസാനത്തെ 6 മണിക്കൂറും ഒഴിവാക്കണം. എങ്ങനെയാ ഇതിവർക്ക് തലയിൽ വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഈ നമ്പറിന്റെ പുറകില് ലോജിക്കലില്ല. നേരെ മറിച്ച് ജാതകം എടുത്താല് ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ ഒരു കാരണവും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ജനിച്ച ആളെയും ഒഴിവാക്കാം, ബാക്കിയുള്ളത് തമ്മിൽ ചേർക്കാം. അപ്പൊ ഇവിടെ 3, 5, 7 22ന്റെ അവസാനത്തെ കാൽഭാഗം 27ലെ അവസാനത്തെ കാൽഭാഗം മാറ്റിയാല് ബാക്കിയെല്ലാം എടുക്കാം. നേരത്തെ പറഞ്ഞത് എന്താണ്? നക്ഷത്രങ്ങളും അനുജന്മ നക്ഷത്രങ്ങളുമേ എടുക്കാൻ പാടുള്ളൂ മാഹേന്ദ്ര പൊരുത്തത്തില്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 3 നക്ഷത്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം എടുക്കാം. അർത്ഥം മനസ്സിലാവുന്നുണ്ട്? അപ്പോ ഒരെണ്ണം നിങ്ങളെല്ലാം എടുക്കാമെന്ന്, മറ്റേതിൽ ഇതൊന്നും എടുക്കരുത് എന്നും പറയുമ്പോ ഒന്നിനൊന്ന് യോജിക്കാതെ വരുന്നു. അടുത്തത് സ്ത്രീ ദീർഘപ്പൊരുത്തം. ഇതിൽ പ്രത്യേകിച്ച് വലിയ പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാല് നേരത്തെ പറഞ്ഞ രാശിപ്പൊരുത്തം മാതിരി തന്നെയാണ്. അതിൽ രാശി പറയുന്നു, ഇതിൽ സ്ത്രീ ദീർഘപ്പൊരുത്തം. രണ്ടും ഒന്നാണ്, വേറെ വേറെ അല്ല, രണ്ടും ഒന്നാണ്. സ്ത്രീ ദീർഘപ്പൊരുത്തം സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്ന് പുരുഷ നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം 15ൽ കൂടുതലായാൽ സ്ത്രീ ദീർഘപ്പൊരുത്തമുണ്ട്. അർത്ഥം മനസ്സിലായോ? 15ൽ കൂടുതലായാല് സ്ത്രീ ദീർഘപ്പൊരുത്തമുണ്ട്. 15ൽ കുറവാണെങ്കിൽ, 15ൽ കൂടുതലാണെങ്കിൽ സ്ത്രീ ദീർഘപ്പൊരുത്തമുണ്ട്. 15ൽ കുറവാണെങ്കിലോ സ്ത്രീ ദീർഘപ്പൊരുത്തം ഇല്ല. മാഹേന്ദ്ര പൊരുത്ത പ്രകാരം 4, 7, 10 സ്വീകരിക്കാം. ഇത് പ്രകാരം 15നപ്പുറം പോണം. രാശിപ്പൊരുത്ത പ്രകാരം, രാശ്യാധിപ പൊരുത്ത പ്രകാരം, വശ്യപ്പൊരുത്ത പ്രകാരം സ്ത്രീ ദീർഘപ്പൊരുത്തം കോൺട്രഡിക്ടറിയാണ്. ബാക്കിയെല്ലാം ഇതിന് കോൺട്രഡിക്ടറിയാണ്. ബാക്കിയെല്ലാം ഈ 8ാമത്തെ പൊരുത്തത്തിന് കോൺട്രഡിക്ടറിയാണ്, ചേരില്ല. നിങ്ങൾ കുറച്ചു മുമ്പ് നോക്കിയ ദിനപ്പൊരുത്തം നോക്കിയത് 3, 5, 7 ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ 2, 4, 8, 9, 10, 11, 12, 13 എടുക്കാന്നല്ലേ അർത്ഥം? ഇപ്പൊ പറയുന്നത് എന്താണ്? 15നപ്പുറമേ എടുക്കാവൂ, 15നിപ്പുറം എടുക്കരുത്. എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ലേ? അതായത് 15നപ്പുറമേ എടുക്കാവൂ എന്നൊരു വരി പ്രകാരം, 15ന് ഇപ്പുറത്തുള്ളത് പലതും എടുക്കാമെന്ന് ബാക്കി 4-5 എണ്ണ പ്രകാരം പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് എന്റെ മുമ്പിലുള്ളവർ മനസ്സിലാക്കണം, 10 പൊരുത്തം എന്ന് പറയുന്നതില് 8 ഉത്തമമാണെന്ന് ആരെങ്കിലും പറഞ്ഞാല് ഒന്ന് ചിരിക്കാനെങ്കിലും നിങ്ങൾക്ക് പറ്റണം. എന്തേ ചിരിക്കാൻ പറ്റണം? ഇമ്പോസിബിളാ. ഒന്നിനൊന്ന് കോൺട്രഡിക്ടറി ആയിട്ടുള്ളത് 8 പൊരുത്തം കിട്ടില്ല. 8 പൊരുത്തം കിട്ടില്ല.
എന്താ കാരണം? ഇപ്പൊ ഞാൻ കാണിച്ച് പറഞ്ഞ അതേതാണ്. ഇപ്പൊ 15 താഴെ നല്ല നക്ഷത്രങ്ങളും നല്ല രാശി അഥവാ ഭാവവും നല്ല ഗ്രഹങ്ങളുടെ സാന്നിധ്യവും വന്നാലും പ്രയോജനമില്ല എന്നർത്ഥം. അത് ജാതകം അറിഞ്ഞാലേ മനസ്സിലാവും. ഇപ്പൊ പറഞ്ഞു ജാതകപ്രകാരം 15 നക്ഷത്രത്തിന്റെ ഉള്ളില് നല്ല ഗ്രഹം വന്നു, നല്ല ഭാവം വന്നു. നല്ല ഭാവം വന്ന് സാധാരണ ജ്യോതിഷ പ്രകാരം എടുക്കണം. പക്ഷെ ഈ 15 അപ്പുറമേ എടുക്കാവൂ എന്ന് പറയുന്നിടത്തോളം കാലം, അതായത് 27 കുട്ടികളെ നിർത്തിയിട്ട് ഈ സ്കൂളിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും 1 മുതൽക്ക് 15 വരെയുള്ള കുട്ടികളെ എടുക്കരുത്, 15 ശേഷമുള്ള കുട്ടികളെ മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ 15-ൽപ്പെട്ട കുട്ടികൾക്ക് എന്ത് പിഴച്ചു? അവര് എന്താ ഈ 15 എന്ന നമ്പർ വരാൻ കാരണം അറിഞ്ഞൂടാ. ആരോ പറഞ്ഞു ആദ്യത്തെ 15 കുട്ടികളെ എടുക്കരുത് എന്ന് പറഞ്ഞു. അർത്ഥം മനസ്സിലായി? അപ്പോ 15 നക്ഷത്രത്തിനപ്പുറത്തേക്ക് പോകണമെന്ന വാക്കിന്റെ അർത്ഥം ഈ 15 ഉള്ളിലൂടെ എടുക്കരുത് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മറ്റു പലതിനും അതാവാം, ഇതിന് പാടില്ല. അപ്പൊ ആ നമ്പർ കൊണ്ടുള്ള, ഇത് മുഴുവനും നമ്പർ കൊണ്ടുള്ള കഴിയാണ്. ഇതിന് തൊട്ടു മുമ്പുള്ളത് 3, 5, 7 എന്ന നമ്പർ, അതിന്റെ യോനിപ്പൊരുത്തം നോക്കിയാലും നമ്പറാണ്. ഒരു നക്ഷത്രം മാറുന്നതിന്റെ നമ്പറാണ്. ഗണപ്പൊരുത്തവും എണ്ണി നോക്കിയാൽ നമ്പറാണ്. മഹേന്ദ്ര പൊരുത്തവും എണ്ണി നോക്കിയാൽ നമ്പറാണ്. എല്ലാം നമ്പർ കൊണ്ടുള്ള. കാരണം വശ്യപ്പൊരുത്തവും ശരിക്കും നോക്കിയാൽ ഗ്രഹങ്ങൾ തമ്മിലുള്ള വശ്യം അത് നമ്പറാണ്. 1, 3, 1, 7, 1, 2 നമ്പറിലാണ് അതിരിക്കുന്നത്. ഇനി 9ാമത്തെ പൊരുത്തം നോക്കാം. രജ്ജു ദോഷപ്പൊരുത്തം. ഇത് അതിനേക്കാളും വിചിത്രമാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഭരണി, മകീരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി തുടങ്ങിയ 9 നാളുകളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹം വർജ്യമാണ്. ഇനി ഒന്ന് ആലോചിക്കുക. ഭരണി, അശ്വതി കഴിഞ്ഞിട്ട് ഭരണി, കാർത്തിക, രോഹിണി, മകയിരം. ഭരണി, മകീരം 4ാമത്തെ നക്ഷത്രം. മകയിരം, തിരുവാതിര, പുണർദം, പൂയം 4ാമത്തെ നക്ഷത്രം. പൂയം, അത്തം, പൂയം അത്തല്ലേ, അത്തം, പൂയം, ആയില്യം, മകം, പൂരം 4ാമത്തെ നക്ഷത്രം. അപ്പൊ 4ാമത്തെ നക്ഷത്രങ്ങൾ തമ്മിൽ എടുക്കരുത്. എന്താ ഇതിന്റെ അർത്ഥം? മിലിട്ടറിയിലേക്ക് സെലക്ഷന് വേണ്ടി പയ്യന്മാരെ നിർത്തിയിട്ട് കമാൻഡന്റ് പറയാണ് 4ാമത്തെ കുട്ടികൾ വീട്ടിലേക്ക് പോക്കോളൂ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ സെലക്ട് ചെയ്യില്ല, 4ാമത്തെ നമ്പർ ഉള്ളവര് സെലക്ട് ചെയ്യില്ല, കുഴപ്പക്കാരാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 4ാമത്തെ നക്ഷത്രം വിരുദ്ധമാവുന്നത്? ആ നക്ഷത്രം ഇരിക്കുന്ന രാശിയിലിരിക്കുന്ന ഗ്രഹങ്ങൾ അനുസരിച്ച് അനലൈസ് ചെയ്തിട്ടാ പറയുന്നതെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ 27 നക്ഷത്രത്തിനെ 4, 4, 4 എന്ന് പറഞ്ഞ് രജ്ജുദോഷം അവയ്ക്കുണ്ട് എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്നു. അപ്പോ ഭരണി, മകീരം ഇങ്ങനെ വരുമ്പോ 9ഓളം നക്ഷത്രങ്ങളുണ്ട്. ആ 9 നക്ഷത്രങ്ങളിലുള്ളവരെ എടുക്കരുത്. മറ്റ് പൊരുത്തപ്രകാരം ഈ 9 നക്ഷത്രങ്ങളിലുള്ള പലതിനെയും എടുക്കാം. അപ്പൊ അവിടെ പൊരുത്തം ഉണ്ടെങ്കിൽ ഇവിടെ പൊരുത്തം പോയി, ഇവിടെ പൊരുത്തം ഉണ്ടെങ്കിൽ അവിടെ പൊരുത്തം പോയി. സ്ത്രീ ദീർഘപ്പൊരുത്ത പ്രകാരം ഭരണി കഴിഞ്ഞ് മകീരം എടുക്കാൻ പാടില്ല, 15 നക്ഷത്രത്തിന് അപ്പുറത്തേക്ക് പോകണം. ഭരണി, മകീരം, പൂയം, പൂരം എടുക്കാൻ പറ്റില്ല, 15 നക്ഷത്രത്തിന് അപ്പുറത്ത് പോയാലല്ലേ തൊട്ടു മുകളിലുള്ളത് എടുക്കാൻ പാടുള്ളൂ. സ്ത്രീ ദീർഘപ്പൊരുത്ത പ്രകാരം 15 അപ്പുറത്തേക്ക് പോകണം. ഭരണിയും മകീരവും 4ാമത്തെയാണ് അല്ലേ? മകീരവും പൂയവും 4ാമത്തെയാണ്. 15 അപ്പുറം പോയിട്ടില്ല. അതിനിത് കോൺട്രഡിക്ടറി അല്ലേ? ഒന്നിനൊന്ന് കോൺട്രഡിക്ടറി. ഈ കോൺട്രഡിക്ടറിയുടെ മാത്രം ലിസ്റ്റ് ചേർത്തിട്ടാണ് അവസാനത്തെ പുസ്തകം എഴുതിയിരിക്കുന്നത്. നല്ലൊരു ജ്യോത്സ്യൻ അത് വായിച്ചിട്ട് പറഞ്ഞു, ഗോപാലകൃഷ്ണ അറിഞ്ഞോണ്ട് എനിക്ക് ജ്യോതിഷ ചൂടാമണി
അവാർഡ് തന്ന ജ്യോതിഷ സഭയുടെ പ്രസിഡന്റാ. എനിക്ക് ജ്യോതിഷ ചൂടാമണി അവാർഡ് തന്നു. ഇപ്പൊ അദ്ദേഹത്തിന് വിഷമം തോന്നുമായിരിക്കും. എന്നാലും ഏതായാലും ഈ ജ്യോതിഷ ചൂടാമണി എന്ന അവാർഡ് തന്ന ഇതിന്റെ പ്രസിഡന്റ് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ആ പൊരുത്തം എന്ന പുസ്തകം എഴുതിയത് വളരെ നന്നായിട്ടോ. ഞാൻ ചോദിച്ചു, അങ്ങയുടെ മുഖവും അങ്ങയുടെ അടുത്ത് നിൽക്കുമ്പോഴുള്ള വേവ് ലെങ്ത്തും മനസ്സിന് വിഷമത്തോടു കൂടിയാണ് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ചിരിച്ചോണ്ടാണ് പറയുന്നതെങ്കിലും ഉള്ളില് അല്ല ഗോപാലകൃഷ്ണ, ആ പൊരുത്തം എന്ന പുസ്തകം ഞാൻ 5 പ്രാവശ്യം വായിച്ചിട്ട് ഇപ്പോഴും എനിക്കത് മനസ്സിലായില്ല. തുറന്ന് തൃശ്ശൂർ വെച്ച് പറഞ്ഞതാ, തുറന്ന് പറഞ്ഞതാ തൃശ്ശൂർ വെച്ച്. ഞാൻ പറഞ്ഞു, അങ്ങ് നമ്മൾ പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർമാരൊരു മരുന്ന് തരുമ്പോൾ ആ മരുന്നോ അസുഖമോ രോഗിയെ ചികിത്സിച്ച ചാർട്ടോ അതുപോലെ ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് ഡീറ്റെയിലോ നോക്കിയിട്ട് ഒന്നിനൊന്നിനൊന്നിന് ബന്ധമില്ലാത്ത കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും മരുന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ശരിക്ക് ആഗസ്റ്റ് 12-ാം തീയതിക്ക് തുടങ്ങിയതാണ് എൻ്റെ ചുമ. 8 ഡോക്ടറെ ഞാൻ കണ്ടു, 8 ഡോക്ടറെ കണ്ടു. ആ ചുമ ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരത്തെ കല്യാണ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വയോവൃദ്ധനായിട്ടുള്ളൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് എല്ലാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈ ടാബ്ലറ്റ് 2 എണ്ണം 7 ദിവസം കഴിക്കാം. ആ അത്രയേ ടാബ്ലറ്റിനും ചേർന്നിട്ട് 49 രൂപയാണ് വില. 49, 50 കൂടി മേടിച്ചില്ല. എന്നിട്ട് ഞാനത് കഴിച്ചു. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞ് അകത്തേക്ക് പോയി. കുറേ കുറവുണ്ട പറഞ്ഞു. ഇനി 2ാമത്തെ ടാബ്ലറ്റ് 4 ദിവസം കൂടി കഴിക്കണം, അതിന് 5 രൂപയാണ്. 5 ദിവസത്തേക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റിന് 5 രൂപ, 5 രൂപയേ ഉള്ളൂ. അത് കഴിച്ചു. ആൾമോസ്റ്റ് പോയി, ആൾമോസ്റ്റ് അസുഖം മാറി. പക്ഷെ ഇതിനിടയ്ക്ക് 8 ഡോക്ടർമാരെ ഞാൻ കണ്ടു, 2 ആയുർവേദക്കാരെ കണ്ടു, 2 ഹോമിയോപ്പതിക്കാരെ കണ്ടു. ഈ ചുമ എനിക്കൊരു പ്രോബ്ലം അല്ല. പക്ഷെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിൽ മുഴുവനും, ഈ വീഡിയോ എടുക്കുന്നതിൽ മുഴുവനും ചുമയുണ്ടേ. ഈ കേൾക്കുന്നവർക്കും ഇതൊരു ബുദ്ധിമുട്ടല്ലേ. എനിക്ക് ചുമയ്ക്കാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് സബ്ജക്റ്റ് വന്നു. അപ്പൊ ശരിക്ക് അനലൈസ് ചെയ്യാതെ കിട്ടിയ ഡാറ്റ വെച്ച് തോന്നിയ മരുന്ന് തന്ന് അതെല്ലാം കഴിച്ചിട്ടും 80 ദിവസമായിട്ട് രോഗം മാറിയിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ 10 പൊരുത്തങ്ങളിലെ നമ്പറുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചിന്തിക്കാതെ ജ്യോത്സ്യന്മാര് മകളെയും കൊണ്ട് കേറി വരുന്ന അമ്മയോടും അച്ഛനോടും ഇത് ചേരില്ല എന്ന് പറയുമ്പോ ആ അമ്മയ്ക്കും അച്ഛനും മകൾക്കും ഇനി ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്നൊരു ചോദ്യം മുമ്പില്. ഒരു ഡോക്ടർക്ക് തെറ്റുപറ്റിയാൽ വേറൊരു ഡോക്ടറെ ചെന്ന് കാണാം. ജ്യോത്സ്യത്തിൽ തെറ്റ് പറ്റരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയറി വരുന്നവരുടെ മുമ്പില് പല ജ്യോത്സ്യന്മാര് പല രീതിയിൽ പറയുമ്പോൾ ഇവരെ എവിടേക്ക് പോകും? മകളുടെ ജീവനും മകന്റെ ജീവനും കൊണ്ടുള്ള കളിയാണ് ഭാവി ജീവിതം. അമ്മയുടെയും അച്ഛന്റെയും അടുത്തിരിക്കുമ്പോൾ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, മക്കൾക്കൊന്നും സംഭവിക്കരുത് എന്ന്. ഒരിക്കൽ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുണ്ട് ഉത്തരം പറയാൻ? പണ്ടാണെങ്കിൽ 5ഉം 6ഉം 7ഉം കുട്ടികളുണ്ട്. പെൺകുട്ടികൾ എങ്ങനെയെങ്കിലും ആൺകുട്ടികളുടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് പോകും. ഇന്ന് 1ഓ 2ഓ കുട്ടികളെ ഉള്ളൂ. ആ കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് നല്ല നിലവാരം ഉണ്ട്, അക്കാഡമിക്കലി നല്ല ക്വാളിഫിക്കേഷനും ഉണ്ട്. എന്നിട്ട് ആ വീട്ടിൽ പോയിട്ട് യോജിക്കാൻ പറ്റാതെ വരുമ്പോ ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കാം, അന്നേ പറഞ്ഞതല്ലേ, പൊരുത്തം നോക്കി കെട്ടിയാ മതി. അങ്ങ് യുക്തിവാദിയെ പോലെ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ട് പൊരുത്തം നോക്കണ്ടെന്നും പറഞ്ഞ് കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പൊ അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അപ്പൊ ജാതകം നോക്കിയവർക്ക്, പൊരുത്തം നോക്കിയവർക്ക് കുഴപ്പം വന്നിട്ടില്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ അതവിടെ ഇരിക്കട്ടെ, താൻ തന്റെ കാര്യം എടുക്കുന്ന പറയാം. അർത്ഥം മനസ്സിലായി? പക്ഷേ നമ്മള് ഒരു ചെറിയ ഇതുമായിട്ട് വലിയ ബന്ധമില്ലാത്തൊരു കാര്യം, കേശവദാസപുരം തിരുവനന്തപുരത്ത് ഒരു എലിസബത്ത് എന്നൊരു സ്ത്രീയുണ്ട്. അവര് രാത്രി എന്നെ വിളിച്ചു, പ്രായമായി, ഓ വാലേഷ, എന്റെ വീട്ടില് കന്നിമൂല താഴ്ന്നായിരിക്കണേ, 5 സെന്റ് സ്ഥലത്തിൽ കന്നിമൂല താഴ്ന്നിരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നം എന്നാ എല്ലാവരും പറയണേ. എന്റെ മകൻ പറഞ്ഞു, ജോസഫ് പറഞ്ഞു ഗോപാലകൃഷ്ണനെ വിളിച്ചു ചോദിക്കാൻ. ഞാൻ എന്താ ചെയ്യേണ്ടത്?
ഞാൻ പറഞ്ഞു, എലിസബത്ത് ഏടത്തി ഒരു കാര്യം ചെയ്യ, 1300 രൂപ മുടക്കിയിട്ട് 4 ലോറി മണ്ണ് കന്നിമൂലയിൽ ഇട്ടാൽ കന്നിമൂല പൊങ്ങിക്കോളും. അല്ലാതെ കന്നിമൂല താഴ്ന്നത് നിങ്ങൾ കാരണം അല്ലല്ലോ. ആ 5 സെന്റിനകത്ത് കന്നിമൂല താഴ്ന്നതാണോ ഉയർന്നതാണോ എന്ന് തീരുമാനിക്കുന്ന നിങ്ങളാണോ? അല്ലല്ലോ. അപ്പൊ അത്ര മതിയോ ഗോപാലേഷാന്ന് ചോദിച്ചു. 4 ലോറി പോരെങ്കിൽ 5 ലോറി ഇട്ടോളാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. നമ്മൾ ജീവിക്കുന്നത് 16-ഓ 17-ഓ 18-ഓ നൂറ്റാണ്ടിലല്ല. ഈ ചെറിയ 4-5 സെന്റിനകത്ത് കന്നിമൂല താഴ്ന്നതാണോ പൊങ്ങിയതാണോ എന്ന് നോക്കാൻ എവിടെയാ പോസിബിലിറ്റി ഉള്ളത്? ഒരു JCB ഉപയോഗിച്ച് വീട് വെക്കുന്നതിന് മുമ്പ് നിരപ്പാക്കിയ കന്നിമൂല താഴ്ന്നിരിക്കുമോ? അരമണിക്കൂർ മതി 5 സെന്റ് നിരപ്പാക്കാൻ. അപ്പോ ഒരു കന്നിമൂല താഴ്ന്നിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-7 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. 7 ചോദ്യമാണ്. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. അന്നത്തെ കാലത്ത് 2 ഏക്കർ 3 ഏക്കർ 4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ആ 4 ഏക്കറിനകത്ത് കന്നിമൂല കുഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി വീട് വെക്കാൻ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഈ 3 സെന്റിലും 4 സെന്റിലും 5 സെന്റിലും എവിടെയാ കന്നിമൂല കുഴിഞ്ഞിരിക്കുന്നത്? അപ്പോ നമ്മുടെ പൂർവീകര് പറഞ്ഞു, ബ്രഹ്മോവ ബ്രഹ്മജോവ കോവ യോവ സത്യം സത്യമിത്യേവ സത്യം. ബ്രഹ്മാവ് പറഞ്ഞാലും ബ്രഹ്മാവിന്റെ അച്ഛൻ പറഞ്ഞാലും, ബ്രഹ്മാവിന് അച്ഛനില്ല, ബ്രഹ്മജോവ ബ്രഹ്മാവിന്റെ അച്ഛൻ പറഞ്ഞാലും, കോവ യോവ ആര് പറഞ്ഞാലും എപ്പ പറഞ്ഞാലും സത്യമാണെങ്കിലേ അത് സത്യമായിട്ട് എടുക്കാൻ പാടുള്ളൂ. താതസ്യ കൂപോയമിതി ബ്രുവാണ കാ പുരുഷ ക്ഷാരജലം പിബതി. അച്ഛൻ കുഴിച്ച കിണറാണെന്ന് പറഞ്ഞ് അച്ഛനോട് ബഹുമാനം കാണിക്കാൻ ആ കിണറ്റിൽ ഇപ്പൊ ഉപ്പുവെള്ളമാണ് ഉള്ളതെങ്കിൽ അത് കുടിക്കേണ്ട കാര്യമില്ല. അർത്ഥം മനസ്സിലായി? അയം കൂപഹ താതസ്യ ഇതി ബ്രുവാണ. ഈ കിണർ അച്ഛൻ കുടിച്ചതാണെന്ന് പറഞ്ഞ് കാപുരുഷ ഏത് മനുഷ്യനാണ് ക്ഷാരജലം പിബതി, ഏത് മനുഷ്യനാ ഉപ്പുവെള്ളം കുടിക്കുക? ആവശ്യമില്ല. നമ്മുടെ പൂർവീകര് പറഞ്ഞിട്ടുണ്ട്, സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം പട്ടണേതു തത്പാദം യാത്രേ ബാലാത് ആചരതേ. സ്വന്തം ഗ്രാമത്തില് ഇഷ്ടം മാതിരി സ്ഥലമുള്ള സ്ഥലത്ത് ആചാരങ്ങൾ പൂർണ്ണമായിട്ടും അനുഷ്ഠിക്കണം. മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയാൽ പകുതി ആചാരം മതി. പട്ടണേതു തത്പാദം, സിറ്റിയിലാണെങ്കിൽ കാൽഭാഗം മതി. യാത്രയെ ബാലാത് ആചരതേ, യാത്രാവേളയില് ആചാരങ്ങൾ അനുഷ്ഠിക്കണ്ട. ഇനി ആചാരങ്ങളിൽ വല്ല സംശയവും വരികയാണെങ്കിൽ ആരോടാ ചോദിക്കേണ്ടത്? ഈ തലമുടി ഇങ്ങനെ ജട പിടിച്ച് താടിയൊക്കെ വെച്ച് രുദ്രാക്ഷമൊക്കെ വെച്ച് ഭസ്മമൊക്കെ വെച്ച് 1 ഏക്കർ കുങ്കുമപ്പൊട്ടൊക്കെ തൊട്ടവനോടല്ല ചോദിക്കേണ്ടത്. നമ്മുടെ പൂർവീകർക്ക് തെറ്റുപറ്റിയിട്ടില്ല. ആചിനോതിച്ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി സ്വയം ആചരതി ചൈവ സഹ ആചാര്യ ഇതി സ്മൃത. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവര്. ആചിനോതിച്ച ശാസ്ത്രാർത്ഥാൻ, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവര്. ശിഷ്യാൻ സാധയതേ സുധി, ചോദ്യം ചോദിച്ചുകൊണ്ട് അടുത്ത് വരുന്നവരുടെ അടുത്ത് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവര്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യങ്ങള് ജീവിതത്തിൽ സ്വയം പകർത്തുന്നവര്. സ്വയം ആചരതി ചൈവ സഹ ആചാര്യ ഇതി സ്മൃത. ആ ആചാര്യന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു ആചാര്യൻ കേരളത്തിൽ ഇന്നില്ല. ഇന്നസെന്റ് പറഞ്ഞ മാതിരി ഇനി അഥവാ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ആചാര്യനിൽ നിന്ന് ആചാര്യാത് പാദമാദത്തെ, ആ ആചാര്യനിൽ നിന്ന് കാൽഭാഗമേ എടുക്കാവൂ. കാൽഭാഗം പാദം ശിഷ്യസ്വമേധയാ, കാൽഭാഗം നിങ്ങൾ തന്നെ താനെ ഉണ്ടാക്കണം. പാദം സ ബ്രഹ്മചാരിഭ്യ, മറ്റ് സഹപ്രവർത്തകരിൽ നിന്ന് 3-ാമത്തെ കാൽഭാഗം. ശേഷം കാലക്രമേണ ച, 4-ാമത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് നമ്മളുടെ പൂർവീകർക്ക് തെറ്റുപറ്റിയിട്ടില്ല.
അവര് സയന്റിഫിക് ആയിരുന്നു, ലോജിക്കലായിരുന്നു, റാഷണലായിരുന്നു. ഞാൻ ഒരൊറ്റ വരിയിൽ നിങ്ങളോട് പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയുടെ അമ്മ ഉച്ചയ്ക്ക് മരിച്ചു എന്ന് വിചാരിക്കാം. ധർമ്മശാസ്ത്രപ്രകാരം ദേവസ്വം ബോർഡിലെ പ്രസിഡന്റോ കമ്മീഷണറോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയോട് പറയുകയാണ്, അടുത്ത ആള് പൂജയ്ക്ക് വരുന്നത് വരെ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞാൽ അത്രയും സമയം പൂജാരിക്ക് പെലയില്ല. പുലയില്ല. ഗോപാലകൃഷ്ണൻ വിവർത്തനം ചെയ്തതാ ധർമ്മശാസ്ത്രം. കേരള ഹൈക്കോടതിക്ക് വേണ്ടിയിട്ട് പുറത്തുണ്ട് ധർമ്മശാസ്ത്രം പുസ്തകം. അത്ര ലോജിക്കലാണ് നമ്മളുടെ പൂർവികര്. രാജാവ് നിർദ്ദേശിച്ചു എങ്കില് പൂജാരിക്ക് പുലയില്ല. ഇപ്പൊ പുല എന്ന് പറയുന്നത് പോലും രാജകൽപ്പനയ്ക്ക് ആധാരമാണ്. തൂക്കിക്കൊന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് പുലയില്ല. യുദ്ധക്ഷേത്രത്തിൽ വെടിയേറ്റ് മരിച്ച യോദ്ധാവിന്റെ മരണം അറിഞ്ഞു കഴിഞ്ഞാൽ പുലയില്ല. എത്രയാ പുലയില്ലാത്ത അവസ്ഥകൾ പറയുന്നറിയോ? അതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ ഈ പുല എന്ന് പറഞ്ഞ്, വാലായ്മ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാല് സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക് കാറ്റ് വിച്ച് ഇസ് നോട്ട് ദർ ഇൻ ദ ഡാർക്ക് റൂം. ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പിയിട്ട് നമ്മൾ ഇങ്ങനെ പൈതൃക പ്രകാരം ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നു. തെറ്റ്. ഈ പൊരുത്തത്തെ കുറിച്ചും രജ്ജുദോഷ പൊരുത്തം എന്ന് പറഞ്ഞാൽ നാലാമത്തെ നക്ഷത്രത്തിലുള്ളവർ തമ്മിൽ ചേരാൻ പാടില്ലെന്ന് ഇതും നാലാമത്തേത് ചേർക്കാമെന്ന് തൊട്ടുമുകളിലുള്ളതും പറയുമ്പോൾ അതറിയാതെ പോകുന്നു. അടുത്ത 10ാമത്തേത് വേദ പൊരുത്തം. ഈ 2 നക്ഷത്രങ്ങൾ തമ്മിൽ വേദമുണ്ട്. വേദമല്ല ധനം. ആരോ മമ്മൂക്കോയ പറഞ്ഞ മാതിരിയാണ്, ബിരിയാണിയുടെ ബാ ആണോ ഭാരതത്തിന്റെ ബാ ആണോ എന്ന് ചോദിക്കാറില്ലേ? നമ്മുടെ മലയാളത്തിൽ അക്ഷരമൊക്കെ പറയാൻ നമ്മൾ ഇംഗ്ലീഷാ പറയാറുള്ളത് അല്ലേ? BA ബാ, BHA ബാ, PHA ഫ.